വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കൂടിക്കാഴ്ച നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും നേർക്കുനേർ. സംഭാഷണം കടുത്ത വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. അപ്പോഴാണ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്, "യു ആർ നോട്ട് വിന്നിംഗ്, യു ഡോണ്ട് ഹാവ് ദി കാർഡ്." അതായത്, നിങ്ങൾ ജയിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ജയിക്കാനുള്ള കാർഡുകളൊന്നുമില്ല. ആ ദൃശ്യം ലോകമെമ്പാടും വാർത്തയായി. പലരും അത് ഉക്രൈന്റെ ദൗർബല്യത്തിന്റെ പ്രതീകമായി കണ്ടു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിത്തുടങ്ങി. ഉക്രൈൻ യുദ്ധഭൂമിയിൽ മാത്രം പോരാടിയില്ല, അവർ യുദ്ധത്തെ റഷ്യയുടെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ സൈനിക താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു. ചില ആക്രമണങ്ങൾ റഷ്യയുടെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലേക്കും എത്തി. ഉക്രൈന്റെ ലക്ഷ്യം എന്തായിരുന്നു? റഷ്യൻ സൈന്യത്തെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്നതല്ല, പകരം യുദ്ധത്തിന്റെ ചെലവും സമ്മർദ്ദവും റഷ്യൻ സമൂഹത്തിന് അനുഭവിപ്പിക്കുക എന്നതായിരുന്നു. ഉക്രൈൻ നഗരങ്ങളിൽ മാത്രമല്ല, അതായത് യുദ്ധം ഉക്രൈൻ നഗരങ്ങൾ മാത്രമല്ല, റഷ്യൻ ജനങ്ങൾക്കും ബാധകമാണ് എന്ന് കാണിക്കുക. അങ്ങനെ മോസ്കോയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക. ഈ തന്ത്രം വാഷിംഗ്ടണിലെ ചില വിലയിരുത്തലുകൾ മാറ്റി. ഒരു കാലത്ത് ഉക്രൈനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ട്രംപ് പിന്നീട് സെലൻസ്കിയെ കുറിച്ച് കൂടുതൽ അനുകൂല പരാമർശങ്ങൾ നടത്താൻ തുടങ്ങി. 2026 ട്രംപ് സെലൻസ്കി ധൈര്യശാലിയാണ്, അതായത് റഷ്യക്കെതിരെ നന്നായി പോരാടുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് ഉക്രൈന്റെ വിജയകഥയല്ല, മറിച്ച് അതായത് ഇത് മറ്റൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നു, നഗരങ്ങൾ നശിക്കുന്നു, യുദ്ധം അവസാനിച്ചിട്ടില്ല, മറിച്ച് കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ ലോകം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ട്രംപ് പറഞ്ഞതുപോലെ ഉക്രൈന് ശരിക്കും കാർഡുകളൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കാതെ പോയ ചില പുതിയ കാർഡുകൾ അവർ പിന്നീട് പുറത്തെടുത്തു? ഒരു കാര്യം വ്യക്തമാണ്, 2025 ആ ഓവൽ ഓഫീസ് വാക്കുതർക്കത്തിനു ശേഷം ഉക്രൈൻ കീഴടങ്ങിയില്ല, പകരം പുതിയ തന്ത്രങ്ങളുമായി തിരിച്ചു വന്നു. ഇനി അടുത്ത അധ്യായം എന്തായിരിക്കും? സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ കൂടുതൽ വ്യാപകമായ യുദ്ധമോ? അതിന്റെ ഉത്തരം ഇനിയും ലോകം കാത്തിരിക്കുകയാണ്.